PG പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ കോച്ചിങ്ങിന് പോയിരുന്നു. പക്ഷെ അത്രയും സീരിയസ് ആയിട്ടല്ല ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിപ്പോൾ സൺഡേ ബാച്ചിന് പോവും, അന്നത്തെ ക്ലാസ് വൃത്തിക്ക് മനസ്സിലാവും, വരും, ജസ്റ്റ് വായിക്കും, പക്ഷെ ഒരു റിപ്പീറ്റേഷൻ കൊടുത്തിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കോച്ച് ഇത് കഴിഞ്ഞ് PG കഴിഞ്ഞ് സീരിയസ് ആയിട്ട് പഠിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ഒരു പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ പാരലലി ഒരുപക്ഷെ ഈ പറഞ്ഞ നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അപ്പം അതുകൊണ്ട് PG ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ അതിനോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 സ്ഥലത്തും എക്സൽ ചെയ്യാൻ പറ്റും. ഒന്ന്, യൂണിവേഴ്സിറ്റി എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും, നല്ലത്, കാരണം കൺസെപ്റ്റ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ എക്സാം നന്നായിട്ട് എഴുതാനും പറ്റും. അതിനോടൊപ്പം തന്നെ PG കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ് JRF എന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് എത്താനും പറ്റും. അപ്പം നിങ്ങൾ UGക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ UG കഴിയുമ്പോഴത്തേനും, അതായത് 3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ബയോളജിയുടെ അത്യാവശ്യം എല്ലാ ബ്രാഞ്ചസും ടച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ബ്രാഞ്ചസിൻ്റെയും ബേസ് നിങ്ങൾക്ക് എവിടെ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്? ഡിഗ്രിയിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. ഇനി ഈ ഡിഗ്രിയിൽ ഈ ബേസ് നിങ്ങൾക്ക് സ്റ്റേൺ ആണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PGയുടെ ഇതിൻ്റെ ജസ്റ്റ് എക്സ്റ്റൻഷൻ ആണ്, കുറച്ചും കൂടെ നല്ല ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നു എന്ന് മാത്രം. കാരണം നിങ്ങൾക്ക് ഡിഗ്രിക്ക് നിങ്ങൾക്കൊരു റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് ഓൾറെഡി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിൽ അത്യാവശ്യം ബേസ് കൃത്യമായിട്ട് തന്നെ തന്നിട്ടുണ്ട്. സോ ആ ബേസ് നിങ്ങൾക്ക് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ PGക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സ്ട്രോങ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് ഇൻഡെപ്ത് ആയിട്ട് മൈൻഡിൽ കയറ്റാൻ പറ്റും. PG കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഈ പറഞ്ഞ നെറ്റ് JRF എന്നുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാനും പറ്റും.